നമസ്കാരം. വിക്ടേഴ്സിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിയർ ഇസ് ദ മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം. ഓരോ കാലത്തും ഓരോ മാധ്യമങ്ങൾ മലയാളിയെ സ്വാധീനിച്ചിരുന്നു. ഒരു കാലത്ത് പത്രങ്ങളായിരുന്നു മലയാളിയെ സ്വാധീനിച്ചിരുന്നതെങ്കിൽ മറ്റൊരു കാലത്ത് റേഡിയോ ആയിരുന്നു. ഇന്ന് മലയാളി ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ടെലിവിഷനാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഞങ്ങൾ ടെലിവിഷൻ്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവും പിന്നീടുണ്ടായ വളർച്ചയും ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക ടെലിവിഷൻ്റെ കേരളത്തിലേക്കുള്ള കടന്നുവരവും പിന്നീടുണ്ടായ വളർച്ചയുമാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ ബൈജു ചന്ദ്രൻ സാറാണ്. അദ്ദേഹം തിരുവനന്തപുരം ദൂരദർശൻ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഡയറക്ടറാണ്. അദ്ദേഹത്തെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ശരിക്കും ഔദ്യോഗികമായി കേരളത്തിൽ 1982 ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. പക്ഷേ അതിന് കുറച്ച് നാൾ മുൻപേ തന്നെ കേരളത്തിൽ നിന്ന് പ്രക്ഷേപണം നടന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ മലയാള പരിപാടികൾ കേരളത്തിൽ നിന്ന് സംപ്രേഷണം തുടങ്ങുന്നത് 85-ലാണ്. അതിനു മുമ്പ് 1982 നവംബർ 19 ഏഷ്യാഡിൻ്റെ സംപ്രേഷണത്തോടുകൂടിയാണ് കേരളത്തിലെ ടെലിവിഷൻ പരിപാടികൾ സംപ്രേഷണം തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ ഈ കെൽട്രോണിലെ അദ്ദേഹത്തിന് KPP നമ്പ്യാർ, അദ്ദേഹത്തിൻ്റെ കെൽട്രോണിൻ്റെ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഇലക്ട്രോണിക്സ് വകുപ്പിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലും ഉത്സാഹത്തിലും തിരുവനന്തപുരത്തിൻ്റെ ചുറ്റളവിൽ, ചെറിയൊരു പട്ടണത്തിൻ്റെ ഒരു ചെറിയ ചുറ്റളവിൽ പരിപാടികൾ കാണിക്കാനും ചെറിയ സിനിമകൾ ടെലികാസ്റ്റ് ചെയ്യാനും. ടെലികാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പ്രാകൃതമായ കേബിൾ ടെലിവിഷൻ പോലെ, ഇന്നത്തെ കേബിൾ ടെലിവിഷൻ ഓരോ ലൊക്കാലിറ്റിയിലും ചെയ്യുന്ന മാതിരിയുള്ള ഒരു പരീക്ഷണ സംപ്രേഷണമായിരുന്നു. അങ്ങനെ ടെലിവിഷൻ്റെ പരിപാടികൾ അങ്ങനെ ചെറിയ ചെറിയ കവറേജും അവിടെ ഇവിടെ നടക്കുന്ന ചെറിയ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രൊഫഷണലായിട്ട് വരുന്നത് 82 മുതലാണ്. 82 മുതലാണ് നാഷണൽ പ്രോഗ്രാമും ദൂരദർശൻ്റെ നാഷണൽ പരിപാടികളും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. കേരളം എന്ന് പറയുന്നു കേരളം മുഴുവൻ, തിരുവനന്തപുരം, പിന്നെ അവിടെയും ഇവിടെയുള്ള ട്രാൻസ്മിറ്ററുകൾ വഴി ആ ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് കണ്ടു തുടങ്ങിയത്. ഈ ആദ്യകാലത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ കെൽട്രോൺ നടത്തി, ഇത് ശരിക്കും ഒരു നിയമസാധുത ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല നിയമസാധുത ഉണ്ടെന്ന്. പക്ഷേ അന്നത്തെ ഒരു ഉത്സാഹമായിരുന്നു. എല്ലാവർക്കും ടെലിവിഷൻ്റെ ഒരു മാധ്യമത്തിനെ വരവേൽക്കാനുള്ള ഒരു ഉത്സാഹമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ വന്നാലും അത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കാണാം എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നുന്നത്. അതിനൊരു വലിയ വിലക്കുകളോ അതൊരു ഇഷ്യൂ ഒന്നും ആയിട്ടില്ല അതെനിക്ക് തോന്നുന്നത്. ടെലിവിഷൻ എന്ന് മുതലാണ് മലയാളം സംസാരിക്കാൻ തുടങ്ങിയത് 1985 ജനുവരി 1 അന്നായിരുന്നു ഒരു മലയാളം പരിപാടികൾ നിർമ്മിക്കപ്പെട്ട് അത് കേരളത്തിലെ ജനങ്ങളെ ഉദ്ദേശിച്ച് സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് ആ ദിവസം മുതലാണ്. ഈ ആദ്യകാലത്തെ ടെലിവിഷൻ പ്രവർത്തകരാണ്. പക്ഷേ ആദ്യകാലത്തെ ടെലിവിഷൻ പ്രവർത്തകർ ഒട്ടേറെ വൈതരണികൾ നേരിട്ടാണ് പ്രക്ഷേപണം നടത്തിയിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഇത്തരം ബുദ്ധിമുട്ടുകൾ? ഇന്നത്തെ ഒരു ഒരു ടെലിവിഷൻ സ്റ്റുഡിയോ ആയിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താനേ പറ്റില്ലായിരുന്നു അന്നത്തെ ടെലിവിഷൻ. കാര്യം വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഡൽഹി ടെലിവിഷനിൽ ആദ്യത്തെ ഒരു സംഭവം ഒരിക്കൽ പറഞ്ഞ പോലെ, അതായത് അന്ന് AC ഒന്നും ഇല്ലാത്ത സ്റ്റുഡിയോയിൽ വേർത്തൊലിച്ച്, ഞാൻ തിരുവനന്തപുരത്തെ കാര്യമല്ല പറയുന്നത്, ഡൽഹിയിൽ ആരംഭിച്ചപ്പോൾ വേർത്തൊലിച്ച് ടെലിപ്രോംപ്റ്റർ എന്നുള്ള സംവിധാനമൊന്നുമില്ല, നേരെ കൈവെള്ളയിൽ എഴുതി നോക്കി വായിച്ച് അങ്ങനെയൊക്കെ ചെയ്തൊരു അനുഭവകഥ വായിച്ച് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ദൂരദർശൻ ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എല്ലാം തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ എല്ലാം അതിൻ്റെ സെറ്റപ്പൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നില്ല. അന്ന് വളരെ പഴയ ഒരു OB-വാൻ, ഔട്ട്ഡോർ ബ്രോഡ്കാസ്റ്റ് വാൻ, ജലന്ധർ ദൂരദർശൻ 1972 പ്രവർത്തനം നടത്തിയിരുന്ന ജലന്ധർ ദൂരദർശൻ ഉപയോഗിച്ച് പഴക്കം ചെന്ന ഒരു വാനായിരുന്നു ഇതിനു വേണ്ടി അയച്ചു തന്നത്. അപ്പോൾ അത് തന്നെ ഒരു മിനി സ്റ്റുഡിയോ ആയിരുന്നു. മിനി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമും വീഡിയോ ടേപ്പ് റെക്കോർഡിംഗ് റൂമും ക്യാമറ കൺട്രോൾ യൂണിറ്റും എല്ലാം കൂടെ ചേർന്ന ഒരു വലിയ വാൻ. അപ്പോൾ ആ വാനിൻ്റെ ക്യാമറ സംവിധാനം മറ്റൊരു ചെറിയ സ്റ്റുഡിയോ, ചെറിയൊരു മുറിയായിരുന്നു. അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു ക്യാമറകൾ. ഒരു ജർമ്മൻ ക്യാമറകളായിരുന്നു 2 അതെല്ലാം വളരെ പഴയ ക്യാമറകളായിരുന്നു. അത് ഏത് സമയം വേണമെങ്കിലും പ്രവർത്തനം നിന്നു പോകാവുന്ന ഒരു സംവിധാനമായിരുന്നു. അത് വെച്ചിട്ടാണ് താൽക്കാലികമായൊരു സംപ്രേഷണം ആരംഭിച്ചത്. പിന്നീട് അത് വലിയ സ്റ്റുഡിയോയിലോട്ട് മാറുന്നവരെ ഇങ്ങനെ ഒരു പരീക്ഷണം പോലെ ആയിരുന്നു നടന്നത്.
ആദ്യകാലത്ത് ഇൻഡോർ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റും പുറത്ത് എക്സ്റ്റേണലെല്ലാം കളറുമായിരുന്നു. ഇത് ഈ രണ്ട് വ്യത്യാസങ്ങൾ അത് കാരണം എന്തെങ്കിലും വളരെ രസകരമായ ഒരു സംഭവങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമോ? ഒരിക്കൽ ഉണ്ടായതൊരു സംഭവം, വാർത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വാർത്ത സംപ്രേഷണം ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കുള്ള ദൃശ്യങ്ങൾ കളറിലായിരിക്കും. മനസ്സിലായി? പഴയകാല മലയാള സിനിമകൾ പാർട്ട്ലി കളർ എന്ന് പറയും, ഭാഗിക വർണ്ണചിത്രം. അതായത് ആ സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം കളറിലായിരിക്കും. നായകനും നായികയും കൂടെ പാട്ട് പാടിക്കൊണ്ടുപോകുന്ന രംഗമൊക്കെ കളറിൽ വരുന്ന പോലെ, അല്ലെങ്കിൽ സ്വപ്നരംഗങ്ങളാണ്. പണ്ട് മലയാള സിനിമയിലൊക്കെ സ്വപ്നരംഗങ്ങൾ കളറിലായിരുന്നു. അന്നത്തെ ഈ കളർ ഫിലിം കിട്ടാനുള്ള പ്രശ്നം കാരണമായിരുന്നു അങ്ങനെ വന്നത്. പക്ഷേ ഞങ്ങൾ ആരംഭിച്ചപ്പോൾ സ്റ്റുഡിയോയ്ക്ക് അകത്തെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയാണ്, റെക്കോർഡിംഗ് എക്യുപ്മെൻറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. പക്ഷേ അതുകൊണ്ട് വാർത്ത വായിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത്. പക്ഷേ അതിനിടയ്ക്കുള്ള വിഷ്വൽസ് വെളിയിലുള്ള ക്യാമറ എടുത്തുകൊണ്ട് പോയിട്ട്, വീഡിയോ ക്യാമറ എടുത്തുകൊണ്ട് വരുന്ന ചിത്രങ്ങളെല്ലാം കളറിലായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നൊരു മിശ്രിതമായിരുന്നു വാർത്തയൊക്കെ. ഒരു നാടകം എനിക്കിപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. നാടകത്തിൻ്റെ അത് എന്താണ് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതെന്നറിയില്ല. നാടകത്തിലെ അകത്തുള്ള രംഗങ്ങൾ, അതായത് വീടിനകത്ത് കഥാപാത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേഷത്തിൽ. അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേണ്ടിയിട്ട് ഈ വൈറ്റ് തോന്നിപ്പിക്കണമെങ്കിൽ, വെള്ള നിറം തോന്നിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇളം ഒരു കുങ്കുമ നിറമോ, അല്ലെങ്കിൽ ഒരു പിങ്ക് നിറമോ, അല്ലെങ്കിൽ കുറച്ചൊരു കാവി നിറം, അല്ലെങ്കിൽ മഞ്ഞ നിറം, അത്തരം ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ വൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത്തരം വേഷമാണ് ആ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച അഭിനേതാക്കൾ ധരിച്ചിരുന്നത്. പക്ഷേ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതേ വേഷം ധരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസമുണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർന്ന ഒരു സംഭവം ഒരിക്കൽ വന്ന ഓർമ്മയുണ്ട് എനിക്ക്. അത് അന്നത്തെ ഒരു അബദ്ധമായിരിക്കണം. ഈ പഴയ കാലത്ത് TV കണ്ടുകൊണ്ടിരിക്കുന്നവർ, ദൂരദർശൻ കണ്ടിരുന്നവർ സ്ഥിരം പറയുന്ന ഒരു കാര്യമായിരുന്നു, എപ്പോഴും തടസ്സം എന്ന് കാണിക്കുക. അതെന്തുകൊണ്ടായിരുന്നു? അല്ല, നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് സാങ്കേതികപരമായ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റുഡിയോ ക്യാമറ എപ്പോഴാണെങ്കിലും ഫെയിലാകാം, നമുക്ക് വോൾട്ടേജിൻ്റെ പ്രശ്നം ഉണ്ടാകാം, നമുക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യുച്ഛക്തി സംവിധാനം, ഒരു ജനറേറ്റർ സംവിധാനം ഇല്ലാതെയാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങണമെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു സജ്ജീകരണങ്ങളുണ്ടല്ലോ, അതിൻ്റെ വളരെ കുറച്ച് ഒരു സജ്ജീകരണങ്ങളോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. കാര്യം കേരളത്തിലെ ടെലിവിഷൻ എത്താൻ വൈകി എന്നൊരു ബോധം ഉണ്ടായിരുന്ന അന്നത്തെ ഒരു ഗവൺമെൻറ്റും, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ പ്രത്യേകം എടുത്തു പറയണം. അപ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ടെലിവിഷൻ എത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ എത്തണം എന്നുള്ളൊരു വാശി കാരണമാണ് ഇവിടെ എത്തിയത്, ഇവിടെയും നോർത്ത് ഈസ്റ്റിലും. മനസ്സിലായില്ലേ? അപ്പം ഉള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചായാലും ശരി നമുക്ക് ടെലിവിഷൻ കാണിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പല പരിമിതികളുണ്ടായിരുന്നു, പല വൈതരണികളുണ്ടായിരുന്നു. ഇതിനെയൊക്കെ മറികടന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടയ്ക്ക് കറണ്ട് പോവും, അപ്പോൾ തടസ്സം എന്നുള്ളത് കാണിക്കുമ്പോൾ അതൊക്കെ ഒരു തമാശയായി മാറി എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് കേരളത്തിൽ ടെലിവിഷൻ ഉണ്ടായ വളർച്ച എങ്ങനെയായിരുന്നു? ടെലിവിഷനുണ്ടായ വളർച്ച 1985 ജനുവരി 1 മലയാളം പരിപാടികൾ ആരംഭിച്ചു. അത് 2 ആയപ്പോൾ വാർത്ത ആരംഭിച്ചു. ഞാൻ വാർത്തയുടെ പ്രൊഡ്യൂസറായിരുന്നു ആദ്യത്തെ. അന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിർമ്മിക്കാനും സാങ്കേതിക രംഗത്തുമൊക്കെ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിശീലനം കിട്ടിയവർ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ പോയി പലയിടത്തും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലുള്ള മറ്റ് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ അഹമ്മദാബാദിലെ കേന്ദ്രത്തിലൊക്കെയാണ് ഞങ്ങളുടെ പരിശീലനം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 1985 തന്നെ ഞങ്ങളുടെ ഹൈപ്പവർ ട്രാൻസ്മിറ്ററിൻ്റെ ശക്തി വർദ്ധിച്ച് വലിയൊരു ശക്തിയുള്ള പ്രസരണിയായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, അന്ന് കൊല്ലം വരെയാണ് എത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ സംപ്രേഷണം പരിപാടികൾ എത്താൻ തുടങ്ങി. പിന്നീട് അത് എറണാകുളത്തും കോഴിക്കോടും കണ്ണൂരും ഒക്കെയുള്ള പ്രസരണികൾ വഴി കേരളം മുഴുവൻ എത്താൻ തുടങ്ങി. ഒരു 88 ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ നമ്മുടെ സംപ്രേഷണം കിട്ടും എന്നുള്ള അവസ്ഥയായി. പരിപാടി ആദ്യം ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂർ 10 മിനിറ്റ് ആയിരുന്നു. 1 മണിക്കൂർ പരിപാടികളും 10 മിനിറ്റ് വാർത്തയും എന്നുള്ളതായിരുന്നു ആദ്യത്തെ. അത് പിന്നെ പരിപാടികളുടെ ദൈർഘ്യം കൂടി 2 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ ആയി. പിന്നെ ഇന്ന് 24 മണിക്കൂർ സംപ്രേഷണത്തിൽ എത്തി നിൽക്കുന്നു. അതാണ് ദൂരദർശൻ്റെ മാത്രം പറയുകയാണെങ്കിൽ ഒരു വളർച്ച. കാൽനൂറ്റാണ്ടായി സാമൂഹ്യ മാറ്റത്തിന്റെ ചാലകശക്തിയായി നിലകൊള്ളുകയാണ് തിരുവനന്തപുരം ദൂരദർശൻ. പുരോഗമനപരവും വികസനോന്മുഖവുമായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ തുടക്കം മുതൽ തന്നെ തിരുവനന്തപുരം ദൂരദർശൻ പ്രതിജ്ഞാബദ്ധമായിരുന്നു. വിജ്ഞാനത്തോടൊപ്പം വിനോദവും പകർന്നു നൽകുന്ന സംപ്രേഷണ ശൈലിയാണ് ദൂരദർശൻ അവലംബിച്ചത്. വാർത്തകൾക്ക് പുറമെ കാർഷിക വിജ്ഞാന ശൃംഖല രൂപപ്പെടുത്തിയ നാട്ടിൻപുറം, ജനങ്ങളെയും ഭരണാധികാരികളെയും ഒരേ വേദിയിൽ കൊണ്ടുവന്ന ജനവാണി, പ്രശസ്തരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നയിച്ച പ്രശ്നോത്തരികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ ദൂരദർശനെ ശ്രദ്ധേയമാക്കി. കല, സാഹിത്യം, സിനിമ എന്നീ മേഖലകളിലെ പ്രമുഖ വ്യക്തികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ദൃശ്യവിരുന്നുകൾ വളരെ വേഗം ദൂരദർശനെ ഒരു ജനപ്രിയ മാധ്യമമാക്കി മാറ്റി. പരിമിതമായ സാങ്കേതിക സൗകര്യങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്.
1987 തിരുവനന്തപുരത്ത് ഹൈപവർ ട്രാൻസ്മിറ്റർ പ്രവർത്തനക്ഷമമായി. 88 എറണാകുളത്തും കോഴിക്കോടും ദൂരദർശൻ കേന്ദ്രങ്ങൾ നിലവിൽ വന്നതോടെ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ലഭിക്കത്തക്ക വിധം പരിപാടികൾ സംപ്രേഷണം ചെയ്തു തുടങ്ങി. 90കളുടെ തുടക്കത്തിൽ സാറ്റലൈറ്റ് സംപ്രേഷണം ആരംഭിച്ചപ്പോൾ 24 മണിക്കൂർ മലയാള ചാനൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. സത്യസന്ധതയും വിശ്വാസ്യതയും ആധികാരികതയുമാണ് ദൂരദർശന്റെ കൈമുതൽ. വാർത്തകളിലും പരിപാടികളിലും തികഞ്ഞ വ്യതിരിക്തത പുലർത്താൻ ദൂരദർശൻ എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിന്റേതായ ഒരു ദൃശ്യഭാഷ വികസിപ്പിച്ചെടുത്തുകൊണ്ട് പുതിയൊരു ടെലിവിഷൻ സംസ്കാരം രൂപപ്പെടുത്താൻ ദൂരദർശൻ പ്രതിജ്ഞാബദ്ധമാണ്. വാർത്തകൾക്ക് പുതിയ മുഖം നൽകി കഴിഞ്ഞു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റം ഉറപ്പാക്കി ദൂരദർശൻ ജൈത്രയാത്ര തുടരുകയാണ്. ഈ മലയാളത്തിൽ സാറ്റലൈറ്റ് ചാനലുകളുടെ കടന്നുവരവ് എങ്ങനെയായിരുന്നു? സാറ്റലൈറ്റ് ചാനൽ ഇന്ത്യ ഒട്ടുക്കും സാറ്റലൈറ്റ് ചാനൽ വന്നതിനോടൊപ്പം തന്നെ കേരളത്തിലുണ്ടായി. ഏഷ്യാനെറ്റാണ് ആദ്യമായി വന്നത്. 1993 അത് ഏഷ്യാസാറ്റ് എന്നുള്ള ട്രാൻസ്പോണ്ടറാണ് ഉപയോഗിച്ചതെന്നാണ് എൻ്റെ അറിവ്. അത് അന്ന് കേരളത്തിൽ അതിൻ്റെ ട്രാൻസ്മിഷൻ പറ്റാത്തതുകൊണ്ട് അതും സിംഗപ്പൂരിലും അതുപോലെ തന്നെ റഷ്യയിലുമൊക്കെ വെച്ചിട്ടാണ് അവരിത് അതിൻ്റെ സംപ്രേഷണം സാധ്യമാക്കിയിരുന്നത്. വാർത്തയൊക്കെ അവിടെ നിന്നായിരുന്നു വായിച്ചിരുന്നത്. അങ്ങനെ ഒരു ഏഷ്യാനെറ്റ് നമുക്കൊരു ദൂരദർശന് അല്ലാതെ വ്യത്യസ്തമായൊരു മാധ്യമം എന്നുള്ളതിലേക്ക് വളരെ നമുക്കൊരു കൗതുകം ഉണ്ടായിരുന്നു അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി. 2003 കേരളത്തിലെ സമ്പൂർണ്ണ ന്യൂസ് ചാനൽ ആരംഭിച്ചു, ഇന്ത്യ വിഷൻ. ഇത്തരം ന്യൂസ് പിന്നീട് അതിനുശേഷം ഒട്ടേറെ ന്യൂസ് ചാനൽ ഫുള്ളായി ന്യൂസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒട്ടേറെ ചാനലുകൾ വന്നിട്ടുണ്ട്. ഇത്തരം ന്യൂസ് ചാനലുകൾ ടെലിവിഷൻ സംസ്കാരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ന്യൂസ് ചാനൽ മാത്രമല്ല, ന്യൂസ് ചാനൽ ഒരു സംസ്കാരത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ 1993 ഏഷ്യാനെറ്റ് വന്നു. അത് കഴിഞ്ഞ് 1998 ആയപ്പോഴത്തേക്കും സൂര്യ TV സംപ്രേഷണം ആരംഭിച്ചു. പിന്നെ 2000 ആയപ്പോഴത്തേക്കും കൈരളി വന്നു. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു ക്രമാനുഗതമായ ഒരു വളർച്ച അങ്ങനെയാണ്. 2000 കൈരളി വന്നതിന് ശേഷം അതിൻ്റെ തൊട്ടുപുറകെ ജീവൻ TV വന്നു. പിന്നെ ഇന്ത്യ വിഷൻ ആണ് 2003 വരുന്നത്. 2003 ഇന്ത്യ വിഷൻ ആദ്യത്തെ ന്യൂസ് ചാനൽ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. കാര്യം അതിനോടൊപ്പം തന്നെ അതിന് തൊട്ട് മുമ്പ് ഏഷ്യാനെറ്റ് വാർത്താ ചാനൽ, അവർ ഏഷ്യാനെറ്റ് വേറൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലായിട്ട് തുടങ്ങിയിരുന്ന ചാനൽ പെട്ടെന്ന് ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്നുള്ള ഏഷ്യാനെറ്റ് വാർത്താ ചാനലായി. അപ്പോൾ അതാണോ ആദ്യത്തെ ന്യൂസ് ചാനലായിട്ട് തീർച്ചയായിട്ടും ന്യൂസ് ചാനൽ എന്നുള്ള രീതിയിൽ ഒരു ഫുൾ ഫ്ലച്ച് ന്യൂസ് ചാനലായിട്ട് ആരംഭിച്ചത് ഇന്ത്യ വിഷനാണ്. എന്നുവെച്ചാൽ അത് സങ്കല്പിച്ച ഇന്ത്യ വിഷനാണെങ്കിൽ പോലും ഏഷ്യാനെറ്റ് സംപ്രേഷണം തുടങ്ങി. അതോടൊപ്പം തന്നെ പീപ്പിൾ ചാനൽ വന്നു. അപ്പോൾ വാർത്താ ചാനൽ വന്നതോടുകൂടി അതോടുകൂടി തന്നെ പരിപാടിയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ പരിപാടി എൻ്റർടൈൻമെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ആകുന്നുണ്ട്. ഇപ്പോൾ 13 എപ്പിസോഡുള്ള സീരിയലായിരുന്നു ഉദാഹരണത്തിന് ദൂരദർശൻ്റെ ഒരു സീരിയലിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് 13 എപ്പിസോഡിലൊരു കഥ പറയുക എന്നുള്ളതായിരുന്നു. ആ 13 എപ്പിസോഡ് എന്നുള്ളത് കേരളത്തിൽ മലയാളത്തിൽ സ്ത്രീ എന്നുള്ള സീരിയൽ ഒന്നുകൂടി അതൊരു മെഗാ സീരിയൽ ആയി. മനസ്സിലായില്ലേ? ദൂരദർശൻ നാഷണൽ ചാനൽ അപ്പോഴത്തേക്കും പിന്നെ ശാന്തി എന്നുള്ള ചാനലും ഒക്കെ വന്നിട്ട് മെഗാ സീരിയൽ വരുന്ന കാലഘട്ടം തന്നെയാണത്. പക്ഷേ മലയാളത്തിലൊരു സ്ത്രീ ഒക്കെ വന്നതോടുകൂടിയാണ് സീരിയലിൻ്റെ ഒരു കോൺസെപ്റ്റിൽ തന്നെ മാറ്റം വരുന്നത്. ഇതിനോടൊപ്പം തന്നെ സംഭവിക്കുന്നതാണ് ഈ വാർത്താ ചാനലുകൾ 24 മണിക്കൂറും വാർത്ത കൊടുക്കുക എന്നുള്ളൊരവസ്ഥ വരുമ്പോഴത്തേക്കും വാർത്ത എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള അവസ്ഥയിലോട്ട് വരും. അപ്പോൾ നമ്മൾ വളരെ ദൂരദർശൻ്റെ ഒരു നിലവാരം അനുസരിച്ചോ അല്ലെങ്കിൽ ദൂരദർശൻ്റെ നേരത്തെയുള്ളൊരു സങ്കല്പം അനുസരിച്ചോ തീർച്ചയായിട്ടും വാർത്ത എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു 10 മിനിറ്റ് ദൈർഘ്യമുള്ള വാർത്തയിൽ ഒരിക്കലും ഇടം പിടിക്കാൻ ഇടയില്ലാത്ത വാർത്ത വരെ വലിയ വാർത്തയായിട്ട് നമ്മളുടെ സാറ്റലൈറ്റ് ചാനലുകളുടെ ന്യൂസ് ചാനലിൽ വരാൻ തുടങ്ങി. അപ്പോൾ വാർത്ത എന്താണെന്നുള്ള ഡെഫിനിഷൻ തന്നെ മാറുന്നുണ്ട്. വാർത്തയെ നമ്മളെങ്ങനെയാണോ വിഭാവനം ചെയ്യുന്നത് ആ ഹോൾ കോൺസെപ്റ്റും മാറി. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ് വരുത്തിയത്. സാധാരണ ഓരോ മീഡിയത്തിനും ഓരോ സ്ട്രെങ്ത് ഉണ്ട്. ടെലിവിഷൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫാമിലി മീഡിയം എന്നുള്ളതാണ്. ഇത് പലപ്പോഴും സ്വകാര്യ ചാനൽ മുതലാളിമാരും പ്രവർത്തകരും ഈ ഒരു കാര്യം മറക്കുന്നു എന്നുള്ള കാര്യം എന്ന് സാറിന് തോന്നിയിട്ടില്ലേ? അല്ല, ഇതിനെ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതനുസരിച്ചിരിക്കും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറഞ്ഞാൽ ലക്ഷ്യം പണം ഉണ്ടാക്കുകയാണ്, ലക്ഷ്യം നമ്മുടെ പരസ്യ വരുമാനവും അതോടുകൂടി നിലനിൽപ്പുമാണെന്നുണ്ടെങ്കിൽ മാർഗം പലതും വേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ അനുഭവ പാഠങ്ങൾ തെളിയിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ഏത് കാര്യത്തിൽ ഏത് ബിസിനസ്സിലുള്ളതാണ്. പക്ഷേ ഇതുപോലുള്ള ടെലിവിഷനെ പോലൊരു ഫാമിലി മീഡിയത്തിൽ, നേരത്തെ പറഞ്ഞ ഒരു കുടുംബ മാധ്യമത്തിൽ അത് നേരിട്ടാണ് ബാധിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എന്നെ 30 വർഷം മുമ്പ് ഞാൻ ഈ ടെലിവിഷൻ രംഗത്തേക്ക് വരുന്ന സമയത്തുള്ള ടെലിവിഷനേ അല്ല ഇന്നത്തെ ടെലിവിഷൻ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഭയങ്കരമായ വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നത്തെ വ്യൂവർഷിപ്പ് അല്ല ഇന്നത്തെ വ്യൂവർഷിപ്പ്. അന്ന് ടെലിവിഷൻ കണ്ടു തുടങ്ങിയ ഒരു കുട്ടി ഇന്നത്തെ അമ്മയോ ഒക്കെയാണ്, അല്ലേ? ഒരു വളരെ മുതിർന്ന ഒരു പുരുഷനോ സ്ത്രീയോ ആണ്. അന്നത്തെ ടെലിവിഷൻ കണ്ടു തുടങ്ങിയ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയ ആളിനെ കുറിച്ചല്ല പറയുന്നത്, കണ്ടു തുടങ്ങിയ പ്രേക്ഷകൻ.
അപ്പോൾ അവരുടെ വളർച്ചയിലുള്ള അവരുടെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം ടെലിവിഷനിലെ പരിപാടികളിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടെലിവിഷനിലെ പരിപാടികളിൽ വന്നിട്ടുള്ള മാറ്റം അവരുടെ കാഴ്ചപ്പാടിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു 30 വർഷം കൊണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ഫാമിലിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് തന്നെ മാറിയിട്ടുണ്ട്. ഫാമിലി എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത്, അല്ലെങ്കിൽ ഫാമിലിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും കെട്ടുറപ്പിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് തന്നെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ ടെലിവിഷൻ പരിപാടികളിലും അതൊക്കെ വന്നിട്ടുണ്ട്. ഇത് പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ പരസ്യ വരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വ്യൂവർഷിപ്പ് കൂടുതലുണ്ടാവണം. വ്യൂവർഷിപ്പ് കൂടുതലുണ്ടാവണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ചേരുവകൾ വേണം? വിനോദത്തിൻ്റേതായ ഒരുപാട് ചേരുവകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വേറൊരു ചാനലിലേക്ക് മാറാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൂടെ ചേർന്നാണ് ഇന്നത്തെ ടെലിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ടെലിവിഷൻ്റെ ചില പൊതു സവിശേഷതകളെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. അല്ല, കേരളത്തിലെ ടെലിവിഷൻ്റെ പൊതു സവിശേഷതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂസ് ചാനലിൽ കാണിക്കുന്നതും ഇപ്പം ഉദാഹരണം മെഗാ സീരിയലിനെ കുറിച്ച് തന്നെ പറഞ്ഞു. മെഗാ സീരിയൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം വളരെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന മെഗാ സീരിയൽ എന്നുള്ളതാണ്. അത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വെളിയിലൊക്കെ നമ്മൾ ആദ്യം ഇന്ത്യൻ ടെലിവിഷനിൽ സാറ്റലൈറ്റിലൂടെ വരുന്ന പരിപാടികളുടെ കൂട്ടത്തിൽ അന്നത്തെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരിപാടികളായിരുന്നു സാന്താ ബാർബറ അല്ലെങ്കിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. എത്രയോ വർഷങ്ങളാണ് ആ ചാനലുകൾ, ആ പരമ്പരകൾ ആ സ്റ്റാർ ടി വിയിലൂടെ ഇന്ത്യയിലും ലോകം മുഴുവൻ എത്തിയത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് പിന്നെ ദൂരദർശൻ തന്നെ ശാന്തി എന്നുള്ള സീരിയൽ കൊടുത്തു. നേരത്തെ പറഞ്ഞില്ലേ 13 എപ്പിസോഡ് നീണ്ടുന്ന സീരിയലോ 45 എപ്പിസോഡ് നീണ്ടുന്ന സീരിയലോ ഒക്കെ മാറിയിട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സീരിയലുകൾ വരാൻ തുടങ്ങി. അപ്പം ദൂരദർശൻ മറ്റ് ചാനലുകളായിട്ടുള്ള മത്സരത്തിലാണ് അങ്ങനൊരു ഇത് കൊടുക്കാൻ തുടങ്ങിയത്. സ്റ്റാർ ടി വിയും സീ ടി വിയും ഒക്കെ അത്തരം സീരിയലുകൾ മാത്രമാണ് സംപ്രേഷണം ചെയ്തിരുന്നത്. അപ്പോൾ അത് കേരളത്തിലെ ടെലിവിഷനിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ കേരളത്തിലെ ടെലിവിഷനിൽ ഓരോരുത്തരും മത്സരിച്ച് മെഗാ പരമ്പരകൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടുകൂടി മെഗാ പരമ്പരകളിലെ നമ്മുടെ സാഹിത്യ സംബന്ധമായി, ഇപ്പോൾ ഉദാഹരണത്തിന് ദൂരദർശൻ പരിപാടികൾ സീരിയലുകൾ കൊടുത്തിരുന്നത് അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ടാണ്. ഏത് സാഹിത്യകൃതി, ആരാണ് അതിൻ്റെ എഴുത്തുകാരൻ, ആരാണ് അതിൻ്റെ സംവിധായകൻ, ആരാണ് അതിനകത്ത് അഭിനയിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു ഒരു സ്പോൺസേർഡ് പരമ്പര ദൂരദർശനിലൂടെ വരുമായിരുന്നത്. പക്ഷേ ഇന്ന് ഇതൊന്നും പ്രശ്നമല്ലാതായി. നിങ്ങൾ ഒരു നല്ല സാഹിത്യകൃതി, പല സാഹിത്യകൃതികളും മെഗാ പരമ്പരയായിട്ട് വഷളായി നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും സാഹിത്യകൃതികൾ വരാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 84 കാലഘട്ടത്തിലെ സുവർണ്ണ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. മലയാളം ദൂരദർശൻ്റെ തുടക്കത്തിൽ മലയാളത്തിലെ ഒരുപാട് സാഹിത്യകൃതികൾ, വലിയ വലിയ എഴുത്തുകാരുടെ, തകഴിയുടെ കയറ് നാഷണൽ നെറ്റ്വർക്കിൽ തന്നെ വന്നു. പിന്നെ മലയാറ്റൂരിൻ്റെ കൃതികൾ, പിന്നെ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെ, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ എഴുത്തുകാരുടെ, പി വത്സലയുടെ, അല്ലെങ്കിൽ അങ്ങനെ പറയാവുന്ന ഒരുപാട് എൻ മോഹനൻ്റെ, മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ, മാധവിക്കുട്ടിയുടെ മനോഹരമായ പരമ്പരയായിട്ട് ദൂരദർശനിൽ തന്നെ വന്നു. അതുപോലെ മലയാളത്തിലെ എണ്ണപ്പെട്ട എഴുത്തുകാരുടെ എല്ലാം കൃതികൾ പരമ്പരയായി വന്നു. ഇതൊക്കെ ചെറിയ എപ്പിസോഡുകളായി, 13 എപ്പിസോഡിൻ്റെ ആയിരുന്നു. ഇന്ന് ആരുടെയും വരുന്നില്ല. അപ്പോൾ സാഹിത്യ പ്രാധാന്യമുള്ള കൃതികൾ മുഴുവൻ ഇല്ലാതായി. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങൾ ദൂരദർശൻ ക്ലാസിക് കൃതികളെ, ക്ലാസിക് സ്റ്റോറീസിനെ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകർ സംവിധാനം ചെയ്ത കഥാ കൗതുകം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പരമ്പര തന്നെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ടി വി ചന്ദ്രൻ, കെ ആർ മോഹനൻ, ശ്യാമപ്രസാദ്, പിന്നെ ലെനിൻ രാജേന്ദ്രൻ, ഇതുപോലെ തന്നെ ജയരാജ്, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രമുഖരും പ്രഗത്ഭരും ആ കഥകൾ, തകഴിയുടെയും കേശവദേവിൻ്റെയും ബഷീറിൻ്റെയും ലളിതാംബി അന്തർജനത്തിൻ്റെയും എം ടിയുടെയും എൻ പി, ഇങ്ങനെ എല്ലാവരുടെയും പിന്നെ കഥകളെ ബേസ് ചെയ്തിട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റിയില്ല. ഒരു കമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ വിഷമമായിരുന്നു. കാര്യം അവർ തന്നെ ഇത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ പരസ്യക്കാർ പറഞ്ഞിരുന്നത്, ഏജൻസികൾ പറഞ്ഞിരുന്നത്, നിങ്ങളൊരു മെഗാ സീരിയൽ ചെയ്യും, ഇത്തരം സാഹിത്യം ആർക്കും വേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ശ്രേഷ്ഠ ഭാഷ മലയാളം എന്നൊക്കെ പറയുന്നു. ഏതെങ്കിലും ഒരു ചാനൽ ശ്രേഷ്ഠ ഭാഷയെ ബേസ് ചെയ്തിട്ട്, സാഹിത്യകൃതികളെ ബേസ് ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടോ പരിപാടികൾ? ചെയ്ത് ആരും കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം. ആ രീതിയിലോട്ട് മാറ്റിയതിന് നമ്മുടെ ചാനലുകൾക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. കാര്യം എന്തെങ്കിലും വളരെ അസംബന്ധ നാടകങ്ങൾ മെഗാ പരമ്പരയായിട്ട് അവതരിപ്പിക്കുന്ന രീതിക്കാണ് ഇന്നിപ്പോൾ പ്രാമുഖ്യം. അത് മാറി അടുത്ത ഘട്ടമായിട്ട് വന്നാണ് റിയാലിറ്റി ഷോ ഏതൊക്കെ രീതിയിലാണ് ചെന്നെത്തി നിൽക്കുന്നതെന്നുള്ള ഏറ്റവും ഒടുവിൽ ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന ആളുകൾ, ഞാൻ ഇതിനൊന്നും കുറ്റം പറയുന്നില്ല, കാര്യം അറിയോ, കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വരുന്ന ഇണക്കവും പിണക്കവും ദൃഢതയും മറ്റ് പ്രശ്നങ്ങളും വൈകാരികമായ ഇഷ്യൂസും എല്ലാം കൂടെ ചേർന്ന ആളുകളിങ്ങനെ വൈകുന്നേരം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പം ഒരു വലിയൊരു മാറ്റമാണ് സമകാലിക ടെലിവിഷൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മാറ്റം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ എനിക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് കേരളത്തിൽ ഏകദേശം 30-ൽ കൂടുതൽ ടെലിവിഷൻ ചാനലുകളുണ്ട്. ഇനിയും ഒട്ടേറെ ചാനലുകൾ തുടങ്ങാൻ പോകുന്നു പറയുന്നതും കേൾക്കുന്നു.
ഇനി കേരളത്തിൽ ഒരു ചാനലിന് സ്കോപ്പ് ഉണ്ടോ? അല്ല, ഈ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ഓരോ ചാനൽ വരുമ്പോഴും ചോദിക്കുന്നതാണ്. കാര്യം കേരളത്തിൻ്റെ അഡ്വർടൈസിങ് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. അതിങ്ങനെ ഓരോ ചാനൽ വരുന്നതനുസരിച്ച് വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ചാനൽ വരുമ്പോഴും അവർക്കൊരു സ്പേസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മത്സരത്തിനിടയിൽ അവർക്ക് നിലനിൽക്കാൻ അവരെല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വാർത്താ ചാനലുകൾ വരുമ്പോൾ വാർത്തയോട് വളരെയധികം ഇഷ്ടമുള്ളവരാണ് മലയാളികൾ. നമുക്കറിയാം, രാഷ്ട്രീയവും കേരളത്തിലെ ഓരോ ഇപ്പം മറ്റേതെങ്കിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലെ പോലല്ല, കേരളത്തിലെ ഓരോ സംഭവവും ഇങ്ങനെ കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് മലയാളികൾ. അപ്പോൾ അവർക്ക് വാർത്താ ചാനലുകൾ അവർ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണുന്നുണ്ട്. പക്ഷേ കുറേ കഴിയുമ്പോൾ ഒരു മടുപ്പ് വരുന്നുണ്ടെന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതെന്താ ഈ വൈകുന്നേരത്തെ ചർച്ചകളൊക്കെ നമുക്കൊരു അപ്പം എന്നിട്ട് പോലും അതിന് വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഈ അഡ്വർടൈസിങ് മാർക്കറ്റ് അവിടെ ഉണ്ടെന്നുള്ളതല്ലേ. പിന്നെയും ആളുകൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെയും ചാനലുകൾ വരുന്നുണ്ട്. ഒരു ചാനലും അസ്തമിച്ച് പോകുന്നില്ല, അവരവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നു എന്നുള്ള അർത്ഥം കാണിക്കുന്നത് അവർക്ക് അവരുടേതായ എന്തെങ്കിലും അനുകൂലമായ ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ മലയാള ടെലിവിഷന് കേരളത്തിലെ സാമൂഹികവും സാംസ്കാരികവുമായ രംഗത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഈ മാറ്റം എന്ന് പറയുന്ന ആപേക്ഷികമായൊരു വാക്കാണ്. നമുക്ക് പെട്ടെന്ന് പ്രകടമായ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്നുള്ളവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരദർശൻ്റെ ഒരു മേധാവിത്വമുള്ള ഉണ്ടായിരുന്നൊരു കാലത്ത് മലയാളത്തിലെ ടെലിവിഷൻ പരിപാടികളിലൂടെ നമ്മുടെ അഭിരുചിയിൽ, ടേസ്റ്റിൽ ഒരു സൗന്ദര്യശാസ്ത്രപരം നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു സെൻസിബിലിറ്റി ഉണ്ടാവുമല്ലോ ഒരാൾക്ക്. ആ സെൻസിബിലിറ്റിയിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ടെലിവിഷൻ കാണുന്നയാൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, നല്ലൊരു സാഹിത്യകൃതിയെ നല്ലൊരു ടെലിവിഷൻ പരമ്പരയായിട്ട് കാണുന്നു എന്നുള്ളത് വായന പോലെ തന്നെ നമുക്ക് കാഴ്ചയുടെ ലോകത്തും ഒരു നല്ല അനുഭവം തരുന്നതാണ്, അല്ലേ? അപ്പോൾ ഒരു സിനിമയിൽ വ്യത്യസ്തമായൊരു മാധ്യമമാണ് ടെലിവിഷൻ. സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യത്തിനാണ്. വളരെ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയിൽ, അല്ലേ, ഒരുപാട് ആളുകളോടൊപ്പം തന്നെയാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് അത് തരുന്ന അനുഭൂതി വിശേഷം വേറൊന്നാണ്. വീട്ടിനകത്ത് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടൊപ്പം ഇരുന്ന് ടെലിവിഷൻ കാണുന്ന മറ്റൊരു അനുഭവമാണ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ വേറിട്ട് കാണണം. അപ്പോൾ അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വളരെ രസകരമായിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ എവിടെയെങ്കിലും നമ്മുടെ വൈകാരിക മണ്ഡലത്തെയോ നമ്മുടെ ബുദ്ധിമണ്ഡലത്തെയോ നമ്മളെ പ്രകോപിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു ടെലിവിഷൻ പരിപാടി ഇതിൽ വരുന്നെങ്കിൽ അത് നമ്മുടെ ഉള്ളിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് സമൂഹത്തെ മുഴുവൻ ആ രീതിയിൽ അത് ബാധിക്കും. അങ്ങനൊരു മാറ്റം വരുത്താൻ മലയാളത്തിലെ ടെലിവിഷൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സെൻസിബിലിറ്റിയെ കുറച്ചൊക്കെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ ടെലിവിഷനെക്കുറിച്ച് എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. കാര്യം അത് വേറൊരു രീതിയാണ്. ടെലിവിഷൻ പ്യുവർലി ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആണെന്ന്, രസിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ്. എന്തും രസിക്കുക എന്നുള്ള മാത്രമാണ്. നമ്മൾ കൂടുതലും കാണുന്നത് തമിഴ് സോങ്സാണ്. തമിഴ് ഫിലിം സോങ്സ് കാണുന്ന ഒരു ജനറേഷൻ ഇന്നുണ്ട്. അല്ലെങ്കിൽ ഫിലിം സോങ്സ് ഇത് കിട്ടാൻ ടെലിവിഷൻ തന്നെ വേണമെന്നില്ല, നമുക്ക് യൂട്യൂബിലും കാണാം. പക്ഷേ ടെലിവിഷൻ്റെ മുമ്പിൽ വന്ന് റിമോട്ട് കൺട്രോൾ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് പാട്ട് കേൾക്കാനാണ്. പാട്ട് കേൾക്കേണ്ട ഒരു കാര്യം കാണുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോന്നും സെലക്ട് ചെയ്യാനായിട്ട് ഓരോ തരത്തിലുള്ള പരിപാടികൾ നമുക്ക് പലപ്പോഴായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കൂടെ നമ്മളുടെ സെൻസിബിലിറ്റിയെ നമ്മൾ ഏത് രീതിയിലാണ് വളർത്തുന്നതെന്ന് ചോദിച്ചാൽ അതൊരു കാര്യമായ സാമൂഹ്യശാസ്ത്ര പഠനം വരേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പ്രൈവറ്റ് ചാനലുകളുടെ മലവെള്ള പാച്ചിലിൽ ദൂരദർശൻ എവിടെ നിൽക്കുന്നു? ദൂരദർശൻ തീർച്ചയായിട്ടും കാഴ്ചക്കാരുടെ എണ്ണം ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം വെച്ചാൽ നമുക്ക് എപ്പോഴും വെറൈറ്റിയാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരേ ദിശയിൽ ഒരേ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളല്ല, അത് വ്യത്യസ്തത വേണം. അത് ഏതൊക്കെ രീതിയിൽ കാണിക്കാമോ, എത്രത്തോളം കളർഫുൾ ആകാമോ, സ്പെക്ടക്കിളാണ്. ഇപ്പോൾ വാർത്ത പോലും സ്പെക്ടക്കിളാണ്. സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ കാഴ്ചയുടെ ഒരുതരം പൊലിമയാണ്. മനസ്സിലായില്ലേ? കാഴ്ചയുടെയും ശബ്ദത്തിൻ്റെയൊക്കെ കൊണ്ടൊരു പൊലിമയിലാണ് നമ്മൾ നിൽക്കുന്നത്. വാർത്തയിൽ ഏറ്റവും അത് CNN എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഒരു യുദ്ധം അവതരിപ്പിച്ചുകൊണ്ടാണ്. കേരളത്തിലെ വാർത്താ ചാനലുകൾ എങ്ങനെയാണ് സ്വീകരണ മുറിയിലെത്തുന്നത്? ഓരോ ദിവസവും ഓരോ യുദ്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. അത് ചിലപ്പോൾ അതിർത്തിയിലുള്ള യുദ്ധം ആയിക്കൊള്ളണമെന്നില്ല, അത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു സമരമായാലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ഒരു സമരത്തെ അവർ ഒരേ സമയം 4-5 ക്യാമറ ഉപയോഗിച്ചാണ് അത് ഷൂട്ട് ചെയ്തത്. വാസ്തവത്തിൽ ഇത് പെട്ടെന്ന് 1.5 ദിവസം കൊണ്ട് തീർന്നു പോയതിൽ ഏറ്റവും ദുഃഖിക്കുന്നവർ മലയാളത്തിലെ വാർത്താ ചാനലുകളായിരുന്നു. കാര്യം അവർ അത്രയും വലിയൊരു സന്നാഹമാണ് അതിനുവേണ്ടി ഒരുക്കിയത്. അപ്പം അത്തരം സമാനമായ കാഴ്ചകളാണ് ഇന്നത്തെ ടെലിവിഷനിലൂടെ എത്തുന്നത്. ടെലിവിഷൻ എന്ന് പറയുന്ന ചെറിയൊരു സ്ക്രീനിൽ നമുക്ക് കാണേണ്ടത് നമ്മൾ ഇൻറ്റിമേറ്റ് ഒരു റിലേഷൻഷിപ്പാണ് ടെലിവിഷനുമായിട്ടുള്ളത്. വളരെ നമുക്ക് ഒരു മാൻ ടു മാൻ റിലേഷൻഷിപ്പാണ്. മനസ്സിലായില്ലേ? അതാണ് ടെലിവിഷൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആ സ്ക്രീനിൻ്റെ വലിപ്പം. പക്ഷേ ഇന്ന് ആ ടെലിവിഷൻ സ്ക്രീൻ നമ്മൾ പല വീടുകളിലും വലിയ
എന്താ പറയുക സിനിമ സ്ക്രീൻ വലിപ്പമുള്ള സ്ക്രീൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചയുടെ പൊലിമ, നമ്മൾ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്, ഇന്നൊരു റിയാലിറ്റി ഷോ എന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് ഒരു സാധാരണ വേഷം ഇട്ട് ധരിച്ചുകൊണ്ട് വന്ന ഒരു പാട്ട് പാടുന്ന ഒരു കുട്ടി, അവളുടെ ഡ്രസ്സല്ല നമ്മൾ നോക്കുന്നത്, ആ പാട്ടിനാണ് അല്ലേ. ഇന്ന് ആ കുട്ടിക്ക് ഒരിക്കലും ഒരു വിജയിയാകാൻ കഴിയില്ല. കാര്യം അവൾ അങ്ങനെ അവളുടെ ആറ്റിറ്റ്യൂഡ് അത് പോരാന്ന് പറയുന്നത്. അവൾ ചുമ്മാ ഒന്ന് പാട്ട് പാടിയാൽ മാത്രം പോരാ, അവൾ ആ പാട്ട് പാടുന്നതിനോടൊപ്പം തന്നെ അവളുടെ അംഗചലനങ്ങളെ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാലിപ്പത്തിൽ മന്മഥൻ, ലീലകളിൽ മന്നവൻ, അപ്പോൾ അതിനനുസരിച്ച് വേണ്ടത്ര ട്രെയിനിങ് കഴിഞ്ഞ് മാത്രമേ അവിടെ പാട്ട് പാടാൻ വന്ന് നിൽക്കുള്ളൂ. മാത്രമല്ല, ഒരാൾ പാട്ട് പാടുമ്പോൾ അതിൻ്റെ പുറയിൽ തന്നെ കുറേ പേരുണ്ടാവും ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ റിയാലിറ്റി ഷോയും ഓരോ കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്, ഈ പറഞ്ഞ സ്പെക്ടക്കിളാണ്. അപ്പോൾ ഈ സ്പെക്ടക്കിളുടെ ലോകത്ത് ഒരു പ്രേക്ഷകൻ എങ്ങനെയാണ് അവൻ ഇതിനോടനുസരിച്ച് പൊരുത്തപ്പെട്ട് പോകുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പുതിയ ടെലിവിഷൻ്റെ പ്രശ്നം. ഇന്ന് സമൂഹത്തിൻ്റെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളാണ്, പ്രത്യേകിച്ചും ടെലിവിഷനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്? അജണ്ട സെറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, ഇന്ന് രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്, രാജ്യം സഞ്ചരിക്കേണ്ട ദിശ ഏതാണ് എന്നൊക്കെ തീരുമാനിക്കുന്നതിനാണ് അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അജണ്ട സെറ്റിംഗ് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ഒരു വാർത്താ ചാനലുകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അജണ്ട സെറ്റിംഗ് പലപ്പോഴും വളരെ നൈവിഷികമായ, വളരെ ചെറിയ കാര്യത്തിനും വളരെ 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 എന്താ പറയുക കുറച്ചു കാലം മാത്രം നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊള്ളയായ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ഒരു തരത്തിലും ഗണനീയമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെയോ പുറകെയാണ് ഈ പോകുന്നത്. അപ്പോൾ അതൊരു അജണ്ട സെറ്റിംഗ് നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അത് ചെയ്യുന്നത് എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കത്ര അതിനോട് യോജിപ്പില്ല. ഇനി മലയാള ടെലിവിഷൻ ചാനലുകൾ എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, മലയാളം ടെലിവിഷൻ ചാനലുകൾ പോകുന്നത് എൻ്റർടൈൻമെൻറ്റ് വഴിയിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. കാര്യം വെച്ചാൽ രസിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ രസിപ്പിക്കുക. അതുവഴി ഒരു വലിയ വ്യൂവർഷിപ്പിനെ ഉണ്ടാക്കുക, അതുവഴി മാർക്കറ്റ് വിപുലീകരിക്കുക, പരസ്യങ്ങൾ കൂടുതൽ കിട്ടുക, വരുമാനം കൂടുതൽ ഉണ്ടാക്കുക, അതുവഴി പിന്നെയും അത്തരം പരിപാടികൾ. ഇതൊരു വിഷ്യ സർക്കിളാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നിടത്ത് തന്നെ തിരിച്ച് കറങ്ങി അവിടെ തന്നെ വരും. കാര്യം നമ്മൾ എന്തിനാണോ ആരംഭിച്ചത് അത് തന്നെയാണ് പിന്നെയും ലക്ഷ്യവും മാർഗ്ഗവും ഒക്കെ ഒന്നായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ വാർത്ത തന്നെ വിനോദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പിന്നെ റിയാലിറ്റി ഷോയുടെ പേരിൽ നമുക്ക് എന്തും കാണിക്കാം എന്നുള്ള ഒരു അത് ഇപ്പം വെളിയിലൊക്കെ റിയാലിറ്റി ഷോ നമുക്കറിയാം. സച്ച് കെ സാമന എന്നുള്ള ഒരു റിയാലിറ്റി ഷോ ഒക്കെ ഇന്ത്യൻ TV അവതരിപ്പിച്ചിട്ട് അത് നിരോധിക്കപ്പെടാൻ എന്ന് പറഞ്ഞാൽ പലതും നിരോധിക്കുകയോ ഇന്ത്യൻ ടെലിവിഷനിൽ വേണ്ട എന്ന് വെക്കുകയൊക്കെ ചെയ്ത പല റിയാലിറ്റി ഷോസും ഇന്ത്യയിൽ കടന്നു വരുന്നുണ്ട്. അതൊക്കെ എനിക്കൊരു സ്വാഭാവികമായിട്ടും ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. കാര്യം പാശ്ചാത്യ സംസ്കാരം ഇന്ത്യൻ സംസ്കാരത്തിന് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അവർ തുറന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്, അവർ തുറന്ന് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പലപ്പോഴും ടാബുവായിട്ട് തോന്നാം. അതൊക്കെ യാതൊരു മാറ്റവും കൂടാതെ ഇന്ത്യയിലോട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. മലയാളത്തിൽ അതൊക്കെ വരുന്നതേ ഉള്ളൂ, മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനതൊക്കെ സ്വാഭാവികമായിട്ടും മലയാളത്തിലും എത്തും, മലയാളികളും അതൊക്കെ കണ്ട് രസിക്കും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ്. കഴിഞ്ഞ 5 എപ്പിസോഡുകളായി ലോകതലത്തിൽ ടെലിവിഷൻ്റെ തുടക്കവും പിന്നീടുണ്ടായ വളർച്ചയും, പിന്നീട് ഇന്ത്യൻ ടെലിവിഷൻ്റെ തുടക്കവും പിന്നീട് വളർച്ചയും, കേരള ടെലിവിഷൻ്റെ തുടക്കവും 2013 വരെയുള്ള വളർച്ചയും പിന്നീട് എങ്ങോട്ട് പോകുന്നു എന്ന് വരെ സാർ ഞങ്ങളുമായി പങ്കുവച്ചു. ഈ ഒരു പരിപാടിയിൽ വന്ന് ഞങ്ങളോട് സഹകരിച്ച സാറിന് നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പരിപാടി ശ്രദ്ധിച്ചുവല്ലോ. നമുക്ക് അറിയാം, ടെലിവിഷൻ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷേ ഇന്ന് ടെലിവിഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിജ്ഞാനത്തെക്കാളേറെ വിനോദത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ്. ഇനി ഇന്ത്യൻ ടെലിവിഷന് ഒരു തിരിച്ചുപോക്കുണ്ടാവുമോ എന്ന് എനിക്ക് ഏതായാലും അറിയില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ നിഗമനത്തിലെത്താം. ഈ ഒരു പരിപാടി കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.